ഹലോ ഗായ്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബ്രെഡ്, പാല്, ലേശം ഏലക്ക, പഞ്ചസാര, എണ്ണ. ഗായ്സ്, ഇപ്പോൾ ബ്രെഡിലേക്ക് വന്ന ഈ ബ്രെഡിൻ്റെ ബ്രൗൺ ഷെയ്ഡ് കട്ട് ചെയ്ത് മാറ്റണം. ഈ ബ്രൗൺ ഷെയ്ഡിൽ യൂസ് ചെയ്യില്ല, വൈറ്റ് ഷെയ്ഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഗുലാബ് ജാമിനായി. ഇത് കട്ട് ചെയ്ത് ഈ ബൗളിലേക്ക് മാറ്റാം. ലേശം പാലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ ഷെയ്ഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ബൗളിലേക്ക് ലേശം പാലൊന്ന് ആഡ് ചെയ്യാം. അതിന് മുന്നേ ഈ വൈറ്റ് ഷെയ്ഡ് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ കുഴയ്ക്കാൻ എളുപ്പത്തിലായിരിക്കും. അതിനുശേഷം പാല് ആഡ് ചെയ്ത് ഇങ്ങനെ ബോളാക്കി ഒരു 5 മിനിറ്റ് വയ്ക്കാം. സോഫ്റ്റ് ഒന്ന് ആയിക്കോട്ടെ. അതിനുശേഷം ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് മാറ്റാം. ചെറിയ സോഫ്റ്റ് ബോളാക്കി ഇതേപോലെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഗുലാബ് ജാം ബോൾ റെഡിയാണ്. അതിന് മുന്നേ പഞ്ചസാര പാവ് കായ്ച്ചണം. പഞ്ചസാര റെഡിയാണ്. പഞ്ചസാര വെള്ളവും മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ ചീനച്ചട്ടി വെക്കണം. അതിൽ ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം ആവശ്യത്തിന് മതി. എത്രയാണോ നിങ്ങൾ ഗുലാബ് ജാം വെച്ചിരിക്കുന്നത് അതിന് പറ്റിയ വെള്ളം മതി. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വന്നോട്ടെ. വെള്ളം തിളച്ച് വന്നതിൽ ലേശം പഞ്ചസാര കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ലേശം ഇളക്കി കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ ഏകദേശം റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു മണത്തിന് വേണ്ടിയാണ്. ലേശം ഏലക്ക 2 എണ്ണം ഇടാം. ലേശം ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് വന്നോട്ടെ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര പാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ബ്രൗണിഷ് കളറിലായിരിക്കണം. ഇപ്പോൾ ഇതിനെ എടുത്ത് നമ്മുടെ ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. ഗൈസ്, ഇപ്പോൾ പഞ്ചസാര പാവ് ഇവിടെ റെഡിയാണ്. പാവ് റെഡിയാണ്. ഇപ്പോൾ ഈ പാവിലേക്ക് ഗുലാബ് ജാം ഇടണം. അതിന് മുന്നേ ഈ ഗുലാബ് ജാം എണ്ണയിലിട്ട് പൊരിക്കേണ്ടതാണ്. ഇതിനായി നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ഇവിടെ റെഡിയാണ്. ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ലേശമല്ല ഒരു ബൗൾ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ എണ്ണ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വന്നോട്ടെ. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോരോ ബോളായി നമുക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഓരോ ബോളായി ഇട്ടിട്ടുണ്ട്. ഇത് ലേശം ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരണം. അതുവരെ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മണവും ആയിട്ടുണ്ട്. ഇപ്പോൾ ലേശം ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ബൗളിൽ എടുത്ത് മാറ്റേണ്ടതാണ്. ഗൈസ്, ഇപ്പോൾ ഈ ബൗളിലേക്കാണ് നമ്മൾ ഗുലാബ് ജാം മാറ്റിയെടുക്കുന്നത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഗുലാബ് ജാം ഈ ബൗളിലേക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞു. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഗുലാബ് ജാം ഇപ്പോൾ പഞ്ചസാര പാവിലേക്ക് ഇടേണ്ടതാണ്. ഓരോന്നായി നമുക്ക് ഇടാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡിയാണ്. ഈ ഗുലാബ് ജാം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. നന്നായി പഞ്ചസാര പാവിൽ കുതിർന്നോട്ടെ. ഇപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവർ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം.